ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു പുതിയൊരു ആംപ്ലിഫയർ പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത 2.1 റിമോട്ട് കിറ്റ് ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആംപ്ലിഫയർ. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിവ്യൂ ചെയ്ത ആ കിറ്റ് വെച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ. അതുപോലെ തന്നെ ഇതുണ്ട്, ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടൊക്കെ ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ കൊറിയറൊക്കെ അയക്കുവാണെങ്കിലും ഈസി ആയിട്ടൊക്കെ അയക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിന്റെ ഓൺ സ്വിച്ച് കൊടുത്തിരിക്കുന്ന ഫ്രണ്ടിലാണ്, റൗണ്ട് ടൈപ്പ്. അതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പവർ സോക്കറ്റ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പാനലിനെ പറ്റി പറയാം. രണ്ട് ഷെയ്ഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നൊരു ഗ്ലോസിയും അതുപോലെ തന്നെ അടുത്തത് മാറ്റും. പിന്നെ ജി സ്റ്റാറിന്റെ ഇവിടെ ഒരു എംബ്ലം, നല്ലൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിമോട്ട് കിറ്റ് ഇത് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഡിസ്പ്ലേ കാണുമ്പോൾ LED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ. ഇതിന്റെ കൂടെ തന്നെ അവർ കൊടുത്തിരിക്കുന്ന USB സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നെസ്റ്റും പോസ് ബാക്ക്, അതുപോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം FM മോഡാണ്. ഓക്കെ, അടുത്തൊന്ന് പ്ലസ് ചെയ്ത് നമുക്ക് ബ്ലൂടൂത്തിലേക്ക് വരും. പിന്നെ അടുത്തത് ഓക്സ് ആണ്, കൊയാക്സ്, എയർസ് ഇൻപുട്ട്, ഒപ്റ്റിക്കൽ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫംഗ്ഷനും റിമോട്ടും കൊണ്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തത് ഇതാണ് ഇതിന്റെ എൻകോഡർ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഫംഗ്ഷനും ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിന്റെ മൈക്ക് സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ രണ്ട് മൈക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് മൈക്കിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത് ഇവിടെ ജി സ്റ്റാറിന്റെ ഒരു എംബ്ലം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇത് FM-ന്റെ ഒരു ആന്റിന ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സബ് ഔട്ട്. ഈ ബനാന ജാക്ക് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബനാന ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് ലെഫ്റ്റ് ഔട്ട്, അതായത് വയറും കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ പിന്നും കൊടുക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബനാന ജാക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാനൽ, അതായത് റിമോട്ട് കിറ്റിന്റെ ബാക്ക് പാനൽ. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സ്റ്റീരിയോ ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് കൊയാക്സ്, പിന്നെ ഒപ്റ്റിക്കല്, എയർസ് ഇൻപുട്ട്, പിന്നെ അടുത്ത് വരുന്നത് എയർസ് ഇൻപുട്ട്. ഇത്രയുമാണ് ഈ ബാക്ക് പാനലിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അതായത് ഇത് ട്രെബിള് നമുക്ക് നെഗറ്റീവ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും, ഉണ്ടല്ലേ. ഓക്കെ, ഇതിൻ്റെ കൂടെ ട്രെബിളിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് ബാസും, പിന്നെ ബേസ് കൂടുന്നതനുസരിച്ച് തന്നെ സബിന്റെ വോളിയം കൂടെ കൂടുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഇത് മൈക്കിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമാണ്. പിന്നെ അടുത്ത് വരുന്നത് എക്കോ ആണ് വരുന്നത്. എക്കോ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു ഓപ്ഷനാണ് ഇതിന്റെ ഇക്വലൈസർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇക്വലൈസറിൽ 2-3 ഓപ്ഷൻസ് വരുന്നുണ്ട്. പോപ്പ് എന്ന് പറഞ്ഞൊരു വരുന്നുണ്ട്. അതുപോലെ തന്നെ റോക്ക്, ജാസ്, ക്ലിയർ. നമുക്കിത് സബ്ബൊക്കെ കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ഡിഫറൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്വലൈസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ ബേസിൻ്റെയും ക്ലാരിറ്റിയുടെ ഒക്കെ നമുക്ക് വ്യത്യാസം നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റിമോട്ടിൽ വരുന്നുള്ളൂ. ഇതിൻ്റെ ഉൾവശം വരുന്നത്. അപ്പോൾ കണ്ടില്ല, നമുക്ക് ആദ്യം SMPS നോക്കാം. വാട്ട്സിന്റെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു SMPS ആണ് ഇതിനു വേണ്ടി നമ്മളോട് എടുത്തിരിക്കുന്നത്. മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള SMPSകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ക്ലാസ് ഡി ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഇത് സ്റ്റീരിയോയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ഡി ബോർഡാണ്. അതായത് ചാനൽ 60 വാട്ട്സ് കിട്ടുന്ന ഉള്ള ഒരു ക്ലാസ് ഡി ബോർഡാണ്, 24 വോൾട്ടേജിൽ. അടുത്ത സബിലേക്ക് വരുവാണെങ്കിൽ 150 RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡാണ് സബിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ അടുത്ത് നമ്മൾ പറഞ്ഞ റിമോട്ട് കിറ്റ് ആണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും അതിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്.
ഇത്രയുമാണ് ഈ ആംപ്ലിഫയറിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ബാക്കി സ്പീക്കർ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഓഫ് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴും ഒന്നും ഈ സെയിം റിമോട്ട് കിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ചാനൽ 60 വാട്ട്സ് ആണ്. അതായത് 60+60ന്റെ സ്റ്റീരിയോയും പിന്നെ ഒരു 150 വാട്ട്സിന്റെ സബും കൂടിയാണ് ഇതിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ സംബന്ധമായിട്ട് വരുന്നത്. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.